പിന്നെ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാം, ഇത് ശരിയായി അന്വേഷിച്ചാൽ എത്താൻ പോകുന്നത് എവിടെയാണെന്ന് മാധ്യമങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നൊരു കാര്യമാണ്. നിങ്ങൾ കണ്ടെത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്കതിന് കഴിവുള്ള ആളുകൾ തന്നെയാണ്. ഇതിൽ മുഖ്യമന്ത്രി ഇന്നലെ പറയുന്ന കാര്യം, ഈ CPM നേതാക്കളുടെ ബന്ധത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ആരോപണം അവിടെ നിൽക്കുമ്പോൾ തന്നെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഇത്ര സ്വാതന്ത്ര്യത്തോടു കൂടി എത്തണമെങ്കിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുമല്ലോ എന്നതാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം. അങ്ങനെയാണ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചെവിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്ന് മന്ത്രിച്ചത് അദ്ദേഹത്തിന് ഇതുമായി ബന്ധമുള്ളത് കൊണ്ടാണോ? പറയട്ടെ, ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. മുഖ്യമന്ത്രി പറയുന്നത് സോണിയാഗാന്ധിയുടെ അടുക്കൽ ഇവരെത്തണമെങ്കിൽ എന്താ ബന്ധം? അതാണ് എൻ്റെ ചോദ്യം. കേരളത്തിന്റെ മുഖ്യമന്ത്രി വലിയ സാധാരണ ഒരു MLA പോലും കാണാൻ കഴിയാത്ത ആളാണ് മുഖ്യമന്ത്രി. ഒരു വ്യക്തിക്കും കാണാൻ കഴിയാത്ത ആളാണ്. സുരക്ഷാ വലയത്തിൽ ജീവിക്കുന്ന മുഖ്യമന്ത്രിയുടെ അടുക്കൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെവി വന്ന് മന്ത്രിക്കുകയാണ്. അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ഒരാൾ സംസാരിക്കുന്ന പോലെ, ഏറ്റവും അടുപ്പമുള്ള ഒരാൾ സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? അതുകൂടെ മുഖ്യമന്ത്രി പറയണ്ടേ? അതൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യം തന്നെയാണ്. അല്ല, സോണിയാഗാന്ധി അടുക്കൽ ഇപ്പം ആരെങ്കിലും ഇപ്പം ഞാൻ ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ സോണിയാഗാന്ധിക്ക് അറിയാമോ ആരാണ്? ഒന്നും അറിയാൻ പറ്റില്ല. കൊണ്ടുപോകുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട് സ്വാഭാവികമായിട്ടും. പക്ഷെ അവർക്കും അറിയത്തില്ലായിരിക്കുമല്ലോ ഇതാരാണെന്ന്. ഇപ്പം ഒരാൾ നമ്മുടെ അടുക്ക എവിടെയെങ്കിലും നമ്മൾ വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാമോ? ഇവിടെ പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രി അത്ര ബാലിശമായ കാര്യങ്ങൾ പറയരുത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ കേസിലെ പ്രതി മുഖ്യമന്ത്രിയോട് സംസാരിക്കുകയാണ് ചെവിയിൽ. അത്രയ്ക്ക് സ്വാതന്ത്ര്യമാണ്. പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷക്ക് പോലും അടുത്ത് നിന്ന് ചെവി സംസാരിക്കാൻ വയ്യാത്ത മുഖ്യമന്ത്രിയാണിത്. അപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെവി സംസാരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഇദ്ദേഹമായിട്ട് ബന്ധമുണ്ടെന്നാണോ? ഞങ്ങളാരും അത് പറഞ്ഞില്ലല്ലോ. ഞങ്ങളത്ര ബാലിശമായ ആരോപണമൊന്നും ഉന്നയിച്ചില്ലല്ലോ. ഈ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടേ ഇല്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അത് ശരിയാണ്. കാരണം മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങളുടെ കുറ്റമല്ല, ഭരണത്തിൻ്റെ എതിരായിട്ടുള്ള വികാരമല്ല, ശബരിമല കേസ് ഇതിൽ ബാധിച്ചിട്ടില്ല, ജനങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാണ്. ഇപ്പം പറയും ജനങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഇതൊന്നും പ്രശ്നമല്ല, ഭരണവിരുദ്ധ വികാരം ഏശിയിട്ടേയില്ല, ശബരിമല ഏശിയിട്ടേയില്ല. പിന്നെ ആകെ സംഭവിച്ചത് ജനങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, അവർ വേണമെങ്കിൽ തിരുത്തിക്കൊള്ളുക എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ ജനങ്ങൾക്കാണ് ഇപ്പോൾ തെറ്റുപറ്റിയിരിക്കുന്നത്, അല്ലാണ്ട് ഗവൺമെൻറ്റിനോ മുഖ്യമന്ത്രിക്കോ അല്ല. 3 മാസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി, ജനങ്ങൾ അതുകൂടെ തിരുത്തിക്കൊള്ളും. രമേശ്, അതുപോലെ തന്നെ പാലക്കാട് RSSകാര് ക്രിസ്മസ് കരോൾ സംഘത്തിന് നേരെ വ്യാപകമായിട്ട് ആക്രമണം ഉണ്ടാകുന്ന സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ പറയുന്നത് അത് പള്ളിയുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അംഗീകൃത സംഘങ്ങളുടെ ഭാഗമല്ല, പ്രദേശത്തെ മദ്യപ സംഘങ്ങളാണ് ഈ രീതിയിൽ കരോൾ നടത്തിയത്, അതുകൊണ്ടാണ് ഈ രീതിയിലൊരു ചെറുത്തുനിൽപ്പുണ്ടായത് എന്നൊക്കെയാണ് പറയുന്നത്. വളരെ തെറ്റായ ഒരു പ്രചരണമാണ്. കേരളത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇന്ത്യയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ക്രൈസ്തവർക്ക് നേരെ വലിയ തോതിലുള്ള അക്രമങ്ങൾ നടക്കുന്നത്. കരോൾ സംഘങ്ങൾക്ക് നേരെ അക്രമങ്ങൾ നടക്കുന്നു. ക്രിസ്മസ് ദിവസം അവധി പോലും കൊടുക്കരുതെന്നുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. കേരളത്തിൽ പാലക്കാട്ടുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവമാണ്. ക്രിസ്മസ് കരോളുമായി പോയ ആളുകളെ BJPക്കാർ ആക്രമിച്ചു. ആ ആക്രമണം നടത്തിയ ആളുകളെ ഒരിക്കലും ന്യായീകരിക്കാൻ പാടില്ല. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയാണ് വേണ്ടത്. ഇവിടെ പിന്നെ ഇപ്പോൾ CPMഉം BJPയും തമ്മിൽ നല്ല അന്തർധാരയാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു കാര്യം പറയട്ടെ, VCമാരുടെ നിയമനത്തിൽ ഗവർണറുമായി നടത്തിയ ഒത്തുകളിയെപ്പറ്റി അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത്? ഗവർണറുമായി ചേർന്ന് ഒത്തുകളിയായി ഈ SFIക്കാരും DYFIക്കാരും എന്തോരം സമരം ചെയ്തതാണ്. ഈ VCക്കെതിരെ അല്ല ഗവർണർക്കെതിരെ ചാൻസലർക്കെതിരെ എന്തെല്ലാം സമരം ചെയ്തു. ആ സമരം ചെയ്ത ആളുകളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി BJPയുമായി ചേർന്ന് ഇപ്പോൾ കുരങ്ങൻ അപ്പം പങ്കുവെച്ച പോലെ പങ്കുവെച്ചിരിക്കുകയാണ്. ഒരു VC ഗവർണർ എടുക്കുക, ഒരു VC മുഖ്യമന്ത്രി എടുക്കുക. അപ്പോൾ CPMഉം BJPയും തമ്മിലുള്ള അന്തർധാരയുടെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇത്? ഗവർണർക്കെതിരെ സമരം ചെയ്ത ആളുകളെ ആക്ഷേപിക്കുകയല്ലേ മുഖ്യമന്ത്രി ചെയ്തത്? CPMനകത്ത് തന്നെ അതിനകത്ത് ശക്തമായ അഭിപ്രായ വ്യത്യാസം ഉയർന്നു വരികയല്ലേ? അപ്പോൾ CPMഉം BJPയുമായിട്ടാണ് ഇവിടെ കൂട്ടുകെട്ട്. അന്തർധാര വളരെ ശക്തമാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഗവർണർ മുഖ്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി വളരെ നന്നായി അവർ തമ്മിൽ അവരുടെ അന്തർധാരയുടെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം വീതം വെച്ചെടുത്തിരിക്കുകയാണ്. ഇതാണോ? പിന്നെ എന്തിനാണ് അവർ സമരം ചെയ്തത്? പിന്നെ എന്തിനാണ് ഗവർണറെ കരിങ്കൊടി കാണിച്ചത്? ഗവർണറുടെ കാറ് തടഞ്ഞത്? ആരിഫ് മുഹമ്മദ് ഖാനെ തടഞ്ഞു വെച്ചത് എന്തിനായിരുന്നു?
അന്നെടുത്ത അതേ നിലപാടുകൾ ഇപ്പോഴും തുടരുകയല്ലേ. അപ്പോൾ BJPയും CPM തമ്മിൽ ശക്തമായ അന്തർധാരയാണ്. അതുകൊണ്ടാണ് കരോളിനെ പോലും ആക്രമിച്ച ആളുകളെ പിടികൂടുന്നതിനകത്ത് വലിയ വൈമുഖ്യമുള്ളത്. ഇവിടെ BJPയുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് UDFനെ തകർക്കാൻ കഴിയുമോ എന്നാണ് അവർ ശ്രമിക്കുന്നത്. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനും മതേതരത്വം സംരക്ഷിക്കാനും കോൺഗ്രസിനും UDFനും മാത്രമേ കഴിയൂ എന്നത് ഓരോ ദിവസം കഴിയും തോറും വ്യക്തമാവുകയാണ്. തെരഞ്ഞെടുപ്പിൽ പല കോർപ്പറേഷനുകളും നഗരസഭകളൊക്കെ UDFന് കിട്ടി. പക്ഷെ അപ്പോഴും ഈ മേയർ സ്ഥാനത്തേക്കും ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള അടികൾ ഇപ്പോഴും തുടരും. ഒരടിയില്ല. ഞങ്ങളൊരു ജനാധിപത്യ പാർട്ടിയാണ്. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ അല്ലാണ്ട് ഒരാളുടെ പേര് പാർട്ടി ഓഫീസിന് കൊടുക്കുന്നത് വെച്ച് തീരുമാനിക്കുന്ന പാർട്ടിയല്ല ഇത്. അതുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായമൊക്കെ അറിഞ്ഞ് തീരുമാനിക്കും. ഇന്നത്തേതോടുകൂടി ആ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. അല്ല, ഒരു കൺഫ്യൂഷനും ഇല്ല. 2 or 3 പേർക്ക് ആഗ്രഹം ഉണ്ടാകുന്നതും സ്വാഭാവികമാണ്. ജനാധിപത്യ പാർട്ടിയാണ്. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകും. ജനവിധി അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഏതാ അല്ല, ഞാൻ പറഞ്ഞത് 1, 2, 3 ആളുകൾ ഒരു ഭാഗത്തേക്ക് വരും, സ്വാഭാവികമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്ന പോലെ അല്ല ഞങ്ങൾ തീരുമാനിക്കുന്നത്. മെമ്പേഴ്സിന്റെ അഭിപ്രായങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ തീരുമാനിക്കും. തെറ്റുണ്ടെങ്കിൽ തിരുത്തും. KPCCയുടെ ഒരു സർക്കുലർ ഉണ്ടായിരുന്നല്ലോ, ഉന്നത സ്ഥാനങ്ങളിലുള്ളവരെ പരിഗണിക്കണമെന്നത്. അത് പൂർണ്ണമായി അട്ടിമറിക്കപ്പെട്ടു. അല്ല, അതിനോടൊപ്പം തന്നെ ഭൂരിപക്ഷം നോക്കി തീരുമാനിക്കണമെന്നുണ്ട്. ഭൂരിപക്ഷമാണെങ്കിൽ ഇപ്പോഴത്തെ മേയർ അല്ല അവിടെ വരേണ്ടത്. അല്ല, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് മാധ്യമങ്ങളുമായിട്ട് അത് പങ്കുവെക്കാൻ എനിക്ക് താല്പര്യമില്ല. കോൺഗ്രസിന് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഏകാധിപത്യപരമായ നിലയിൽ CPM എടുക്കുന്ന പോലെ ആരെയും ഞങ്ങൾ അടിച്ചേൽപ്പിക്കാറില്ല. മെമ്പേഴ്സിന്റെ അഭിപ്രായങ്ങളൊക്കെ തേടിയാണ് ചെയ്യാറുള്ളത്. ഇന്നത്തെ ഒഴിവും എനിക്ക് തോന്നുന്നു കൊച്ചിയിലെ പ്രശ്നവും മറ്റെല്ലായിടത്തെ പ്രശ്നവും അവസാനിക്കും. പ്രതിപക്ഷ നേതാവും രമേശിയും ചേർന്ന് ഒരു മേയറെ മുന്നോട്ട് വെക്കുന്നു, മറ്റൊരാളെ. എനിക്ക് കോഴിക്കോടായിരുന്നു ചാർജ്. 3 വോട്ടിന് തോറ്റുപോയതാ. അല്ലെങ്കിൽ കോഴിക്കോട് മേയറുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമെടുക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രധാനപ്പെട്ട തീരുമാനം. എനിക്ക് കോഴിക്കോട്, കെ സുധാകരന് കണ്ണൂർ, VD സതീശൻ എറണാകുളം, കൊല്ലത്ത് VS ശിവകുമാർ, തിരുവനന്തപുരത്ത് K മുരളീധരൻ, ഇങ്ങനെ ഞങ്ങൾക്ക് ഇതെല്ലാം വീതിച്ചു തന്നിരിക്കുകയായിരുന്നു. എനിക്കുള്ള വർഷം 3 സീറ്റിനാണ് കോഴിക്കോട് തോറ്റത്. ഒരു 60 വോട്ടിൻ്റെയാണ് 3 സീറ്റിലും വന്നത്. അല്ലാതെ കോഴിക്കോട് മേയറും നമുക്ക് ലഭിച്ചേനെ. അങ്ങനെയല്ല, അവിടുത്തെ മെമ്പേഴ്സ് എടുക്കുന്ന തീരുമാനമായി. VD സതീശനകത്ത് ഇടപെട്ടെന്ന് എനിക്കറിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു അടി നടക്കുന്നത് ഒരടിയുമില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു അടിയുമില്ല. സ്വാഭാവികമായി നിങ്ങൾ മനസ്സിലാക്കണം, കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന പാർട്ടിയല്ല. 1 or 2 സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിൽ കേരളത്തിൽ 500ഓളം പഞ്ചായത്തുകളുണ്ട്. നിങ്ങൾ കാണണം, 500ലധികം പഞ്ചായത്തുകൾ കോൺഗ്രസ് ഭരിക്കുന്നു, UDF ഭരിക്കുന്നു. അതോടൊപ്പം തന്നെ ഭൂരിപക്ഷം ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നു, ഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്തുകൾ ഭരിക്കുന്നു. അവിടെ ഒന്നും ഒരു തർക്കമില്ലല്ലോ. എവിടെങ്കിലും ഒരു സ്ഥലത്തൊരു തർക്കം വന്നതിൻ്റെ പേരിൽ ഇന്ന് എല്ലായിടത്തും തർക്കമാണെന്ന് പ്രചരിപ്പിക്കുന്നത് CPMന്റെ ജോലിയാണ്. ഇന്ന് ദേശാഭിമാനിൽ ഒരു പേജ് മുഴുവൻ അതാണ്. ഞാൻ വീക്ഷണക്കാരോട് പറഞ്ഞത് CPMന്റെ ഭാഗത്ത് നടക്കുന്ന അക്രമങ്ങളെപ്പറ്റി കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് നാളെ.